നമ്മൾ റോൾ ക്യാമറ കമ്മ്യൂണിറ്റിക്ക് നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളെ വർക്കിൻ്റെ ലിങ്ക്, അത് യൂട്യൂബ് ആയിരിക്കാം, ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, അതിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളെ സൈറ്റിലോട്ട് പോകും. നമ്മളെ സൈറ്റിന് ലിങ്ക് വെക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം വരും, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. എന്നിട്ട് നമ്മളെ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇതാണ് നമ്മളെ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റ്. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് വരുന്നത് കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതോ ആ കെ എന്ന് എഴുതിയേക്കുന്നുണ്ടോ, കെ എന്ന് എഴുതിയേക്കുന്ന അവിടെ പോകണം. ഓക്കെ, റോൾ ക്യാമറ ഞെക്കിയ തിരിച്ച് വീണ്ടും അവിടെ തന്നെ വരും. കെയിൽ ഞെക്കിയാൽ നമുക്ക് നമ്മളെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കെയിൽ ഞെക്കിയിട്ട് നിങ്ങളെ പേര്, ഫുൾ നെയിം, ആദ്യമേ ഫുൾ നെയിം, ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം ഒക്കെ അടിക്കണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുവാണ്. എൻ്റെ പേര് അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ, ക്യാപിറ്റലും സ്പേസും ഡോട്ടും കുത്തും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ, ഇപ്പം ഞാൻ തെറ്റിച്ചാണ് ചെയ്തത്. അപ്പം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ആരാന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത്. പിന്നെ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റും. ഡയറക്ടർ, DOP, എഡിറ്റർ, ആക്ടർ, കമ്പോസേഴ്സ്, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളെ എക്സ്പീരിയൻസ് ലെവൽ അതേതാ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മളെ ലൊക്കേഷൻ, നമ്മൾ കൊല്ലം ആണെങ്കിൽ കൊല്ലം, എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ കൊല്ലം, കേരള, ഇന്ത്യ, മനസ്സിലായില്ലേ? അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ പ്രൈസിങ്, റേറ്റ് ടൈപ്പ്, എന്താണ് നമ്മളെ റേറ്റ് എന്നൊക്കെ. ഇപ്പോൾ പെയ്ഡ് പ്രോജക്റ്റ് ഉണ്ട്, കൊളാബറേഷൻ ഉണ്ട്, ബോത്ത് ഉണ്ട്, ഓപ്പൺ ടു കൊളാബറേഷൻ. പിന്നെ അവൈലബിൾ ഫോർ വർക്ക്, ഷോ ഇൻ ടാലൻറ്റ് ഡയറക്ടറി, അത് ടിക്ക് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളെ എക്സ്ട്രാ സ്കില്ല്, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തത് ആക്ടിംഗ് ആണ്. ആക്ടിംഗ് അല്ലാതെ ബാക്കി എന്തൊക്കെ ഉണ്ടോ, ആക്ടിംഗ് നമുക്ക് വേണ്ട, ആക്ടിംഗ് ഓൾറെഡി സെലക്ട് ചെയ്തു. ആക്ടിംഗ് മെയിൻ ടാലൻറ്റ്, ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ ടാലൻറ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിൻ്റെ ബോക്സിൽ ഞെക്കിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് അടിച്ചു കൊടുക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം. പിന്നെ നമ്മൾ ആദ്യമേ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. നമ്മളെ പോർട്ട്ഫോളിയോ ആണ്, നമ്മൾ ചെയ്ത വർക്കാണ്. എന്നിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യണം. ആ കമ്മിറ്റ് ഓപ്ഷൻ കണ്ടോ വെള്ള, അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഫൈൽ ക്രിയേറ്റ് ആവും. എന്നിട്ട് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത്. നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഏതാ, നമ്മളെ വർക്ക് ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ കിട്ടും. ഇത് വെരിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ ഇന്ന് വെരിഫിക്കേഷൻ കിട്ടും. വെരിഫിക്കേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള അപ്ഡേറ്റ്സ് പിന്നെ തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയൊന്നും എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ആക്കുക.